ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹത്തെ കണ്ടു വണങ്ങാൻ എരുമേലി പേട്ട സംഘം അമ്പലപ്പുഴയിൽ നിന്നും യാത്ര പുറപ്പെട്ടു. ചൊവ്വാഴ്ച രാവിലെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നിന്നും പേട്ടതുള്ളിയാണ് സംഘം യാത്ര ആരംഭിച്ചത്. എരുമേലി പേട്ടതുള്ളിന് എഴുന്നള്ളിക്കുവാനുള്ള സ്വർണ്ണത്തിടമ്പ ക്ഷേത്രം മേൽശാന്തി കേശവൻ നമ്പൂതിരി പൂജിച്ച് സമൂഹ പെരിയോൻ കളത്തിൽ ചന്ദ്രശേഖരൻ നായർക്ക് കൈമാറിയതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് പ്രത്യേകം തയ്യാറാക്കി അലങ്കരിച്ച രഥത്തിലേക്ക് തിടമ്പ എഴുന്നള്ളിച്ചുള്ള രഥയാത്രയുടെ അകമ്പടിയോടെയാണ് സംഘം യാത്ര പുറപ്പെട്ടത്. 350 പരം വരുന്ന സ്വാമി ഭക്തരും മാളികപ്പുറങ്ങളും രഥത്തോടൊപ്പം യാത്രയായി. 51 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തോടൊപ്പം 51 ദിവസത്തെ അന്നദാനവും 17 ആഴിപൂജകളും നടത്തിയ ശേഷം അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പ്രത്യേക വഴിപാടുകളും നടത്തിയാണ് എരുമേലിപ്പേട്ട സംഘം യാത്ര ആരംഭിച്ചത്. സെക്രട്ടറി മോഹൻ നായർ, ഉണ്ണികൃഷ്ണൻ തമ്പി, ശ്രീകുമാർ, രഥയാത്രാ ചെയർമാൻ രവികുമാർ തുടങ്ങിയവർ ചൊവ്വാഴ്ച നടന്ന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അമ്പലപ്പുഴയിൽ നിന്നും യാത്ര ആരംഭിച്ച സംഘം 100-ൽ പരം ക്ഷേത്രങ്ങളിലെയും വിവിധ സംഘടനകളുടെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ജനുവരി 8-ന് മണിമലയിലെത്തും. മണിമലക്കാവിലെ ആഴിപൂജയ്ക്ക് ശേഷം 10-ന് എരുമേലിയിലെത്തി 13-ന് പമ്പാ സദ്യയും പമ്പവിളക്കും നടത്തി മല കയറും. അയ്യപ്പ വിഗ്രഹം ദർശിച്ച് സംഘം 15-ന് രാത്രി മലയിറങ്ങും. അമ്പലപ്പുഴക്കാരുടെ എരുമേലിപ്പേട്ട ഇന്ന് ആ നാം കാണുന്നതായ ആ എല്ലാ രംഗങ്ങളും തന്നെ പ്രാദേശികമായും കാലികമായും പ്രാധാന്യം അർഹിക്കുന്നു. സമസ്ത അപരാധങ്ങളും സഹിച്ചുകൊണ്ട് എരുമേലിൽ നമ്മുടെ അമ്പലപ്പുഴക്കാര് നടത്തുന്നതായ പേട്ട ഇന്ന് മതസൗഹാർദ്ദത്തിന് ലോകത്തിന്റെ ഇല്ലെന്നൊരിൽ മതവിദ്വേഷികളിലേക്ക് പടവാളായി മാറിയിരിക്കുകയാണ്. സ്വാമിയെ ശരണമയ്യപ്പ.